ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ഡിന്നറായിട്ടും വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ല അടിപൊളി ഉപ്പുമാവാണ്. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ഇതിന് പ്രത്യേക കറിയൊന്നും വേണ്ട. ഒരു കഷ്ണം പഴമോ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഉപ്പുമാവാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 5 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുക്കണം. വളരെ പൊടിയായിട്ട് പോകരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഇതേപോലെ ഇരിക്കും. ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിലെപ്പോഴും ബ്രെഡൊക്കെ മേടിച്ചാൽ ബാക്കി വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്കൊരു മുട്ട ഒരു ബൗളിലിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ മുട്ട കഴിക്കുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 കിസ്മിസും 2-3 കാഷ്യൂനട്ടും കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത്യാവശ്യമില്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയൊരു സവാള 2 പച്ചമുളകും കൂടി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഉപ്പുമാവിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് അധികം ഉപ്പ് ആവശ്യമില്ല. ഉപ്പ് അതുകൊണ്ട് സൂക്ഷിച്ച് ഉപ്പിടുക. ഒരു അല്പം ഉപ്പിട്ടാൽ മതി. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് സിമ്മിലാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് സിമ്മിലാക്കിയിട്ട് ഇതേപോലെ നല്ല അടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ സ്റ്റവ് എപ്പോഴും സിമ്മിലാക്കി വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് അടച്ചു വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് അത് അപ്പുറത്തേക്ക് സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ചെറിയ പീസുകളാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റവ് സിമ്മിലിട്ട് ഒട്ടും കരിയാതെ ഒട്ടും നിറം പോകാതെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതേപോലെ ചെറിയ പീസുകളാക്കി സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുക. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് എന്തായെന്ന് നോക്കാം. ഉപ്പുമാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ മറ്റേ സ്റ്റവിലേക്ക് എടുത്ത് വെച്ചിരുന്നു. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല വിട്ട് വരുന്ന നല്ല അടിപൊളി ഉപ്പുമാവാണ്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായ തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറിയൊന്നും ഇല്ലാതെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ തേങ്ങ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉപ്പുമാവാണ്. നല്ല വിട്ട് വരുന്ന നല്ല അടിപൊളി ഉപ്പുമാവാണ്. അപ്പം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കണമെന്നും ഒരു നിർബന്ധമില്ല. തേങ്ങ മാത്രം ചേർത്താൽ മതി. കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിരുന്നു സിമ്മിലിട്ട്. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്കൊരു കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. നല്ല അടിപൊളി ഉപ്പുമാവല്ലേ. ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയൊന്നും വേണ്ട. നമുക്കൊരു
ഒരു കഷ്ണം പഴം ഉണ്ടെങ്കിൽ കഴിക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ പപ്പടം ആയാലും മതി. പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ അത് അങ്ങനെയാണെങ്കിലും കഴിക്കാം. നല്ല സൂപ്പർ ഉപ്പുമാവായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് അല്ലേ, അതുപോലെ നല്ല ഈസിയുമാണ്. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.